ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ പെസഹ വ്യാഴാഴ്ച. അത് നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാ വീടുകളിലും അപ്പം പുഴുങ്ങലും ഒക്കെ ആയിരിക്കും. ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അപ്പം പുഴുങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം അതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പെട്ടെന്ന് വെറുതെ ഇങ്ങനെ അപ്പം പുഴുങ്ങാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോയമ്പെടുക്കണം, അതുപോലെ തന്നെ കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം, പള്ളിയിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ക്രിസ്തീയ രീതിയിലുള്ള എല്ലാ ഇതും നമുക്കായിരിക്കണം, അതായത് കൂദാശകളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ അപ്പം പുഴുങ്ങുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ട് പുഴുങ്ങാൻ പോകുന്നതിൻ്റെ ഒരു മീൻസ് എല്ലാവരും പറയും അപ്പം ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂട്ടും ചേരുവകളെല്ലാം കറക്റ്റായില്ലെങ്കിൽ അപ്പം പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക സർജറി കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലത്ത് കൈ കൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടത്ത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇടത്ത് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന, അങ്ങനെ ഒരു എന്താ ശുദ്ധിയും വെടുപ്പോടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ആരും അങ്ങനെ ചിന്തിക്കേണ്ട. എൻ്റെ കൈക്കൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. യൂട്യൂബിൽ ഇപ്പോൾ അധികം ആക്റ്റീവ് ആകാത്തതും അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പം എൻ്റെ അല്ല ഞങ്ങളെല്ലാവരും കൂടി ആദ്യത്തെ ഒരു പെസഹ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ആഘോഷിക്കും. സാധാരണ ഞാൻ വീട്ടിൽ പോക്കാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നോയമ്പെടുത്തു, അതുപോലെ തന്നെ കുമ്പസാരവും രാവിലെ പള്ളിയിൽ പോയി, പള്ളിയിലെ കൂദാശയെല്ലാം കൈക്കൊണ്ട് സ്വീകരിച്ച് കുർബാനയും സ്വീകരിച്ച് വന്ന്. അപ്പം സാധാരണ 5 മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാം റെഡിയായിരിക്കണം. അപ്പോൾ എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് അപ്പം അങ്കിള് വന്നിട്ടുണ്ട്, എൻ്റെ അമ്മാവൻ. അപ്പോൾ പുള്ളിയാണ് എനിക്കെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം പുള്ളി ഉണ്ടാക്കാൻ കൊടുത്തില്ല. കാരണം പുള്ളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂദാശയൊന്നും സ്വീകരിച്ചില്ലായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് അങ്കിള് എനിക്ക് പറഞ്ഞു തരുള്ളൂ. അങ്കിള് പറഞ്ഞു ഞാൻ പറഞ്ഞു തരുള്ളൂ, തൊടില്ല, നീ തന്നെ ഉണ്ടാക്കണം എല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊരു വാശിയും കൂടി ആയിരുന്നു ചെറിയൊരു. അപ്പോൾ എനിക്കങ്ങനെ വലിയ ചെരുവം വേണം, അല്ല വലിയൊരു കലം വേണം. അപ്പോൾ നമുക്ക് കലമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെരുവത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ഇതൊക്കെ വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാം അരച്ച് റെഡിയാക്കി, തേങ്ങ, ഉഴുന്ന്, ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകമൊക്കെ അരച്ച് എല്ലാം എടുത്തു. എല്ലാം റെഡിയാക്കി ഒരുക്കി ഇത് രൂപത്തിൻ്റെ മുന്നേ വെച്ചാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങൾ ഓലയൊക്കെ എടുത്ത് വെച്ച് തന്ന്. അപ്പോൾ എല്ലാം സെറ്റ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നെറ്റിയിലെല്ലാം കുരിശെല്ലാം വരച്ചിട്ട് വേണം ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു പേടിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ട് ഇടത്ത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇടത്ത് കൈയാണ്. അപ്പോൾ ഞങ്ങളൊന്നും കൈ വയ്യാത്തതുകൊണ്ടല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് ഓല, പിന്നെ അപ്പം പുഴുങ്ങാനുള്ള പാത്രം, അരിപ്പൊടി, വെള്ളം, തേങ്ങ അരച്ചത്, ഉഴുന്ന്, ഉപ്പ്, പിന്നെ വെളുത്തുള്ളിയൊക്കെ അരച്ചത്, ഓല ഇത് വാഴയില കേട്ടോ. വാഴയിലയും വള്ളിയും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വാഴയില രാവിലെ തന്നെ നമ്മൾ വെട്ടി വെയിലത്ത് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പത്തിന് കുഴയ്ക്കാൻ പോവാണ്. ആദ്യമായിട്ട് ആയതിൻ്റെയൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ പപ്പായൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിന്ന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കണ്ടത്. നമുക്ക് ഉണ്ടാക്കാൻ വലിയ എന്താ പറയുക പേടിയോ, ആദ്യത്തെ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയും പൊട്ടിപ്പോവും, കൂട്ടൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ദോഷമാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അടുത്ത കൊല്ലം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്ന് ഈ കൊല്ലം എന്താ പറയുക, ഈ കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാം പഠിച്ചപ്പോൾ അടുത്ത കൊല്ലം ഇത് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ പറയുക കണ്ടിന്യൂ ചെയ്യണം, നിർത്തരുതെന്ന്. അപ്പം ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. പറ്റുന്നത്ര വർഷം ഇങ്ങനെ അപ്പം ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനം എനിക്ക് അതോടുകൂടി തോന്നി. പിന്നെ അതിൽ അരിപ്പൊടിയൊക്കെ വെച്ച് ഉപ്പിടാൻ പോകട്ടെ. പക്ഷെ ഉപ്പെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ പാടില്ല. അപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു സംഭവം വെച്ചാൽ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പാടില്ല, ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. നമ്മുടെ രൂപത്തിൽ വെച്ച് അളവിൽ ഒഴിച്ചോളുക. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി വെച്ചാൽ അങ്കിൾ അവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം നല്ല ചൂടുണ്ട്. അപ്പോൾ അങ്ങളൊരു വേണേൽ തവി കൊണ്ട് ഇളക്കാൻ പറ്റിയോ, ചൂടുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ കുഴപ്പമില്ല, കൈ കൊണ്ട് പിന്നെ ആക്കിക്കോളാം എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ
ഒത്തിരി വെള്ളമൊന്നും ചേരാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എല്ലാം ഒരു ഇതിൽ ഈ അപ്പം ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൃത്യം പാകമായിരിക്കണം. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറവ് കൂടുകയോ ചെയ്താൽ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ടുട്ടു അതിൽ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ കസിൻസ് വന്നായിരുന്നു, അപ്പോൾ അവർ അതിൽ മാറാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുരിശപ്പമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഞാനിത് പപ്പയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ പപ്പ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. മമ്മി ഇങ്ങനെ എല്ലാം എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഞാൻ കണ്ടൊരു പരിചയം വെച്ച് ഉണ്ടാക്കുകയാണ്. എനിക്ക് പിന്നെ അങ്കിള് പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി. അപ്പം പുഴുങ്ങി പിള്ളേർക്ക് കൊടുക്കുക, അപ്പം മുറിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേട്ടായും പള്ളിയിലെല്ലാം പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പള്ളിയിൽ നോയമ്പെല്ലാം എടുത്ത് ഞങ്ങളെല്ലാവരും പിള്ളേരെ അടക്കം ഞങ്ങളെല്ലാവരും നോയമ്പാക്കിയായിരുന്നു കേട്ടോ. നോയമ്പെടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ഹാപ്പി, നല്ലൊരു എക്സ്പീരിയൻസ്. എന്താ പറയാറില്ല, ഭയങ്കര ഒരു ഇതുകൊണ്ട്. അപ്പം അങ്ങനെ കുരിശപ്പം റെഡിയായി. അടുത്തത് കൂട്ടപ്പമാണ് ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലവർ പ്ലേറ്റിൽ പുഴുങ്ങി, ഇപ്പോൾ എല്ലാവരും പ്ലേറ്റിൽ പുഴുങ്ങുന്നുണ്ട്, പ്ലേറ്റിൽ പുഴുങ്ങിയെടുക്കുക. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പം അതുപോലെ തന്നെ റെഡിയാക്കി. അപ്പോൾ പാല് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കായിപ്പോയി അന്നേരത്തേക്കും. നെക്സ്റ്റ് ടൈം പാലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്താണ്. അപ്പോൾ അങ്ങനെ പാല് കാച്ചാനും അപ്പം ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചു. ഇനി ഉണ്ടാക്കാവുന്നതാണ്. എന്താ പറയുക, ആരെങ്കിലും എന്നെപ്പോലെ ആദ്യമായിട്ട് എന്താ പറയുക ഇതുവരെ അപ്പം ഉണ്ടാക്കാതെയുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കാരണം വെച്ചാൽ ഇത് എന്താ പറയുക വലിയ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. എല്ലാം ഈസിയാണ്. എന്താ പറയുക, എല്ലാവരും വീട്ടിലുണ്ടാക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളായി എന്ന് ഇരിക്കുന്ന സമയം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്പം പുഴുങ്ങണം ഇരിക്കുന്ന എൻ്റെ ഒരു ഇതിൽ വെച്ച് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ അപ്പനും അമ്മയും കാരണവന്മാരൊക്കെ എത്ര നാൾ നമുക്കിങ്ങനെ അവരുടെ അടുത്ത് പോയി കഴിക്കാനോ അവരുടെ അടുത്ത് പോയി എപ്പോഴും അവരുണ്ടാക്കി തരും. നമ്മളിതൊക്കെ പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മളും ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം എല്ലാവരും കടകളിൽ നിന്നൊക്കെ വാങ്ങും. അത് കടകളിൽ നിന്നൊക്കെ എത്ര വാങ്ങിയാലും ഓർഡർ കൊടുത്ത് ചെയ്യിച്ചാലും ഒന്നും എന്താ പറയുക, അതൊന്നും നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കി നമ്മുടെ ഒരു ആചാരങ്ങളും ഒക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ആവത്തില്ല. നമ്മൾ ചെയ്യുന്നതാണല്ലോ നമ്മുടെ മക്കളും അത് കണ്ടിട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായും മമ്മിയും അതുപോലെ തന്നെ അമ്മാച്ചനും ഒക്കെ ചെയ്യുന്ന കണ്ടാണ് ഞാനിപ്പോൾ ഇത് ഞാൻ കണ്ട് പഠിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ പപ്പായിയാണ് ഉണ്ടാക്കുന്നത്, മമ്മി എല്ലാം എടുത്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ചേട്ടായി ഇല്ല, കാരണം ചേട്ടായിക്ക് അങ്ങനെ ലീവ് എടുത്തിരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല നമ്മുടെ ഒരു ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുക ഇത്. പിന്നെ എൻ്റെ ഒരു മമ്മിയുടെ അനിയത്തി അവരൊക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ആൻറ്റിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ പപ്പായിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അമ്മാച്ചൻ്റെ വീട്ടിൽ അമ്മാച്ചൻ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പുള്ളിയെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, അതനുസരിച്ച് ഞാനെല്ലാം സെറ്റ് ചെയ്യുകയാണ്. എല്ലാം അടിപൊളിയായി, എല്ലാം സെറ്റായി. നല്ല എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, കാരണം കലവില്ലാത്തത് കൊണ്ട് ചെരുവത്തിൽ വേവിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ അതെല്ലാം പുള്ളി സെറ്റാക്കി പറഞ്ഞു തന്ന് എല്ലാം സെറ്റായി. അങ്ങനെ അപ്പം ഉണ്ടാക്കി റെഡിയായി. അപ്പം അടുപ്പത്ത് വെന്തിട്ട് നമ്മൾ ഓഫാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിണി ആണ് വെച്ചിരിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന കുടുപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കുന്നതിന് ഒരുക്കങ്ങൾ ചെയ്യും. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത്? അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടി ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വൻ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞ പോലെ പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ അവർ ഭക്ഷണത്തിൽ നിന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്ന മുമ്പ് ഞാൻ നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവത്തിൽ ഇത് പൂർത്തിയാകുന്നവരെ ഇത് ഞാൻ ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം അവരോട് പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം എന്നവരെ ഇന്ത്യയുടെ ഫലത്തിൽ നിന്നും ഞാൻ പാനം ചെയ്യുകയില്ല.
പിന്നീട് അവർ അപ്പം എടുത്ത് കൃത്യദാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവർ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. അങ്ങനെ നമ്മൾ അപ്പം മുറിക്കുകയാണ്. അപ്പം മുറിക്കാൻ ആൻറ്റിയുടെ ഒക്കെ അടുത്ത് പോയേക്കുമായിരുന്നു. റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ വീട്ടിലായിരുന്നു ലാസ്റ്റ് അപ്പം മുറി. ചേട്ടായി തന്നെയാണ് മുറിച്ചതും. എന്താ പറയുക, ഭയങ്കര സന്തോഷം അപ്പം മുറിക്കുന്നതുകൊണ്ട്. അപ്പം ഭയങ്കര സന്തോഷം ചേട്ടായിക്ക്, എനിക്കൊക്കെ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഈ വർഷത്തെ പെസഹ ഞങ്ങൾ ആഘോഷിച്ചു, അതും കടന്നുപോയി. ഈ ഒരു വർഷം അടുത്ത പെസഹ വരുന്നവരുടെ സന്തോഷവും സമാധാനവും ശാന്തിയും ആഗ്രഹങ്ങളും ഒക്കെ, ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർത്ത് നമ്മൾ പെസഹ ആഘോഷിച്ചു. എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. ഈ ഒരു പെസഹ ആഘോഷിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം നൽകട്ടെ. ആയുസ്സും ആരോഗ്യം സമൃദ്ധിയും ഒക്കെ നൽകട്ടെ എന്നോർത്ത്, എൻ്റെയും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട്, എല്ലാം സാധിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഈ കൊല്ലത്തെ പെസഹായും കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ.